അവിടെ ചുറ്റിപ്പറ്റിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ചുളൂൽ അറിഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് അവിടുന്ന് ചെയ്ത് തരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പേരും നാളൊക്കെ മാറ്റി പറഞ്ഞിട്ടാട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് ഇത്ര ധൈര്യം. എന്നോട് പറഞ്ഞു കൊയിലാണ്ടി വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കച്ചറ ഉണ്ടാക്കും പോലും. എന്നിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലുകാരെ കൊണ്ട് എൻ്റെ പേരിൽ കേസ് കൊടുപ്പിക്കും. ഞാൻ പറഞ്ഞു നീ കൊടുപ്പിച്ചോ. അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിന് ധൈര്യമായിട്ട് പോയിട്ട് ഈ പുള്ളിക്കാരിയുടെ പേര് കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പുള്ളിക്കാരി എന്തൊക്കെയാണ് ഒരു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്നിട്ട് വിളിച്ചു പറയുന്നത്. ഇപ്പം നമുക്ക് ജസ്റ്റ് ആ പുള്ളിക്കാരി ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ അടിയിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം മനുഷ്യർ പുള്ളിക്കാരിയെ ചീത്തയാണ് വിളിക്കുന്നതെന്നറിയാമോ. അത്രയ്ക്കും തരം താഴ്ന്ന രീതിയിലാണ് പുള്ളിക്കാരിയുടെ സംസാരം. വിമർശനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ആരെയാണോ വിമർശിക്കുന്നത് ആ വിമർശിക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് എന്നോട് ദേഷ്യമുണ്ടാകാം. അപ്പൊ ദേഷ്യം ഉണ്ടാകുമ്പോൾ തിരിച്ച് ഞാൻ വിമർശിച്ച അതേ ഭാഷയിൽ തന്നെ എന്നെ വിമർശിക്കാം. അത് ആ കുട്ടി പറഞ്ഞത് ന്യായമായ കാര്യമാണ്. ആ കുട്ടി ഈ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോയെ പറ്റി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരിക്ക് ആ കുട്ടി ചെയ്ത പല വീഡിയോസിനെ പറ്റിയും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ചെയ്ത വീഡിയോയെ പറ്റിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും കമൻറ്റ് ഇറക്കുമോ, അതിനൊരു വിമർശനം ഉണ്ടാക്കുമോ, അങ്ങനെ എന്തെങ്കിലും അവർക്ക് ചെയ്യാം. അത് ഒരു വിഷയമുള്ള കേസ് കേട്ടല്ലേ. ഇപ്പം നമ്മളെല്ലാവരും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഓരോരുത്തരുടെ കണ്ടന്റും ടോപ്പിക്കും വെച്ചിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല. പക്ഷേ ഒരാളുടെ അറിഞ്ഞുകൊണ്ട് കരിവാരി തേക്കുക, അല്ലെങ്കിൽ ഒരാളെ അറിഞ്ഞുകൊണ്ട് ചവിട്ടിത്താഴ്ത്തുക, അല്ലെങ്കിൽ അവരുടെ ജീവിതം ഇങ്ങനെ എന്നെപ്പറ്റി ഒരു വീഡിയോ അവൾ സൃഷ്ടിച്ചു, എന്നാൽ അവളുടെ ജീവിതം ഇനി നശിച്ച് നാറാണക്കല്ല് പിടിക്കട്ടെ എന്നുള്ള രീതിക്കിനാണ് പുള്ളിക്കാരി ഇപ്പോൾ ഓരോ വീഡിയോസ് ഇറക്കുന്നത്. ഇത് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് ഞാൻ ഇത്തിന്ന് വിട്ടു എന്ന്. പക്ഷേ ഇത്തിന്ന് വിടുവല്ല പുള്ളിക്കാരി ചെയ്തത്. പിന്നെ ഓരോരോ വീഡിയോസ് ഇതേ സെയിം ടോപ്പിക്കിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുണ്ട് കളിക്കുവാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഇതിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്ന്. പുള്ളിക്കാരി ഇങ്ങനെ ഒരു കേസ് കേട്ട് ഇട്ടുപോയി. ഇത് ഇത്രയും ഇതായി കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. പുള്ളിക്കാരി പറഞ്ഞത് അത്രയും കള്ളത്തരമാണെന്നുള്ളത് സർവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം റിയാക്ട് ചെയ്യാനും പുള്ളിക്കാരിനെ നല്ല രീതിയിൽ ചീത്ത വിളിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെ അടിയിലെല്ലാം പുള്ളിക്കാരി കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. കാരണം കമൻറ്റ് വരുന്നില്ല. പക്ഷേ നമ്മൾ ഇതിനെ ബേസ് ചെയ്തൊരു വീഡിയോ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പോയി നോക്കിയാൽ ആൾക്കാർ എന്തൊക്കെയാണ് പറയണമെന്ന് നമ്മളൊന്ന് കാണേണ്ട കാര്യമാണ്. ഇവളുടെ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ പല പുരുഷന്മാരെയും ഇഷ്ടമാണെന്ന് പറഞ്ഞ് പലരുടെയും കൂടെ കറങ്ങി ഒരിക്കൽ ഇവൾക്ക് അടി കിട്ടുമെന്നുള്ള അവസ്ഥയായപ്പോഴാണ് പിന്നെ ഇവൾ പുറത്തിറങ്ങാതെ യൂട്യൂബ് ചാനലിൽ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഒതുങ്ങി നിന്നത്. ഇവർക്ക് പല അസുഖങ്ങളും കൊടുത്ത് ദൈവം പരീക്ഷിക്കുന്നുണ്ട്. നേരെ ചൊവ്വ കണ്ണ് പോലും കാണാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്ല ചേച്ചി, ഈ കൊച്ചു പല ആണുങ്ങളുടെ പുറകെ കറങ്ങി നടക്കുവാണെന്നും അതുപോലെ എന്താ പറയുന്നത് പല അസുഖങ്ങളും കണ്ണിന് കാഴ്ചയൊക്കെ പോയിന്ന്. ഇനി എന്നാ ചേച്ചി പറഞ്ഞതുപോലെ മറ്റേ കൊയിലാണ്ടിയിലെ ആശുപത്രിയിലാണോ കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വന്നേ? അപ്പോൾ ചേച്ചി അവിടെ ട്രീറ്റ്മെൻറ്റിന് ചെന്നപ്പോൾ ചേച്ചി അത് പിന്നെയും കണ്ടായിരുന്നോ? അതോ ഈ പല ചെറുക്കന്മാരുടെ കൂടെ നടക്കുന്നത് ചേച്ചി കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഈ എവിടെ വെച്ചാൽ ചേച്ചി കണ്ടേ? ചേച്ചി ഇവളുടെ പുറകെ നടക്കുമായിരുന്നു ഇത്രയും നാളായിട്ടും. ഇവൾ പല ചെറുക്കന്മാർ, അതോ ഈ പറയുന്ന ഇവൾ നടന്ന ഈ സ്മൃതി നടന്നേ പല ചെറുക്കന്മാരെല്ലാം ചേച്ചിക്ക് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ടോ? അവൾ ഞങ്ങളുടെ കൂടെ നടക്കുമായിരുന്നു, അല്ലെങ്കിൽ അവൾ ഞങ്ങളെ ഇങ്ങനെ തട്ടിപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ചേച്ചിയുടെ അടുത്തോട്ട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞായിരുന്നോ? അങ്ങനെ ഉണ്ട് ചേച്ചിയുടെ വോയിസ് മെസ്സേജ് അയക്ക്, അല്ലെ വോയിസ് ക്ലിപ്പ് ഉണ്ടാവുമല്ലോ. ചേച്ചി ബാക്കി എല്ലാ കാര്യങ്ങളുടെയും വോയിസ് ക്ലിപ്പും കാര്യങ്ങളും എടുത്തിട്ട് ചേച്ചി വീഡിയോ ചെയ്യുന്ന ചേച്ചിയല്ലേ. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇങ്ങോട്ടിട്. കേൾക്കാനൊരു ഗുമ്മാവുമല്ലോ. എങ്കിലല്ലേ നമ്മൾക്ക് ഓരോരോ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും നമുക്കെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വരത്തുള്ളൂ. നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ടില്ലേ, നമ്മുടെ ജീവമാതാ കാരുണ്യ ട്രസ്റ്റ് ഒരു ചെറിയൊരു ഗർഭത്തിൽ നിന്ന് തുടങ്ങിയതാ, ഇപ്പോൾ എവിടെ ചെന്നാ കേസ് കേട്ട് നിൽക്കുന്നതെന്ന് കണ്ടോ? അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി സത്യം തെളിയിക്കണ തെളിവ് സഹിതം അങ്ങോട്ട് ഇറക്കി ചേച്ചി. അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് ഗണഗണഗണഗണിട്ട് പറയാൻ നല്ല രസമാണ്. ചേച്ചി സത്യമായിട്ട് അങ്ങോട്ട് പറ, അന്നേരപ്പോഴല്ലേ ഇത് കാണാനൊരു ഇതുള്ളൂ. ഇവള് സോഷ്യൽ മീഡിയ തുറന്ന അന്ന് തൊട്ടിട്ട് ഇവള് വ്യാജ പ്രചാരണമാണ് ഓരോരുത്തരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പം അങ്ങനെ അരി മേടിക്കുന്ന ഒരു ലെവലാണ് ഇവള്. വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടോ? ചേച്ചി എന്തിനെ പറ്റി ചേച്ചി അവൾ വ്യാജ പ്രചാരണം നടത്തിയത്? റിയാക്ഷൻ വീഡിയോസിൽ കൂടുതലും നമ്മുടെ സൊസൈറ്റി നടന്നിട്ടുള്ള കാര്യത്തെ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ്
പുള്ളിക്കാരി വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഈ വ്യാജ പ്രചാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചേച്ചി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വ്യാജ പ്രചാരണം എന്ന് പറഞ്ഞാൽ ചേച്ചി ചെയ്യുന്ന പരിപാടിയല്ലേ? ആ പെൺകുട്ടി, ഒരു ഗർഭമില്ലാത്ത പെൺകുട്ടിക്ക് ഗർഭം വരെ ഉണ്ടാക്കി. ദൈവമേ, ഇനി കുറച്ച് കഴിയുമ്പോൾ അത് പ്രസവിച്ചെന്ന് വരെ ചേച്ചി വേണം വിളിച്ച് പറയുമെന്ന് തോന്നുന്നു. അതാണ് അവസ്ഥ. അല്ലേ ചേച്ചി? അതല്ലേ വ്യാജ പ്രചാരണം? ചേച്ചി പറഞ്ഞ കാര്യം അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്. എന്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അത് ഈ ചേച്ചി മുതലെടുത്തിട്ട് ചേച്ചി അങ്ങോട്ട് വിളിച്ചിട്ട് വീഡിയോ ചെയ്യോ പ്ലീസ്, ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്, അതേപോലെ ഞാൻ ആരെയും വിളിച്ച് കേണ അപേക്ഷിക്കാനോ ആരെ കൊണ്ടും വീഡിയോ ചെയ്യിക്കാനോ നിന്നിട്ടില്ല. വീഡിയോ ഇത്രയും ആൾക്കാർ ചെയ്തിട്ടുണ്ട്, അത് ചേച്ചിയുടെ വിജയമായിട്ടല്ല കൂട്ടേണ്ടത്. അവർക്കൊരു കണ്ടന്റ് മാത്രമാണ് നിങ്ങൾ. ആ കണ്ടന്റ് ഒരു 2-3 ദിവസം അതിലേക്കപ്പുറം പോകില്ല ചേച്ചിയെ. അത് കഴിയും. എൻ്റെ ചേച്ചി വിളിച്ചിട്ടേ, ചേച്ചി നല്ല ചേച്ചിനെ വിളിക്കേണ്ടത്, ആൻറ്റി എന്നാണ് വിളിക്കണ്ടേ. ആൻറ്റി വിളിച്ചാൽ, അല്ലെങ്കിൽ ആൻറ്റി വിളിച്ചു കഴിഞ്ഞാലേ ഈ കണ്ടന്റ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാലേ, ചുമ്മാ ഇരുന്നിട്ട് ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ വരത്തില്ല. എന്തെങ്കിലും കള്ളത്തരവും എന്തെങ്കിലും കുത്തിത്തിരിപ്പുമായിട്ട് വന്നാലൊന്നും ആരും ഇതുപോലത്തെ കേസ് കെട്ടും പൊക്കി പിടിച്ച് ആരും കൊടിയും പിടിച്ചോണ്ടേ ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും വീഡിയോ ഒന്നും ചെയ്യാൻ വരത്തൊന്നുമില്ല. ചേച്ചിക്ക് മനസ്സിലായോ? ചേച്ചി വിളിച്ചാലും ആരും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. ചിലപ്പോൾ എന്നെ തിരിച്ച് നല്ലത് പറയുകയും ചെയ്യുമെന്ന് ചേച്ചിക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ അമ്മച്ചി നിങ്ങൾ ആരെയും വിളിക്കാത്തത്. വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല, ആരും ഇതിനെപ്പറ്റി വീഡിയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ പെൺകുട്ടിയുടെ ഇതൊരു കണ്ടന്റാന്ന് പറഞ്ഞു. എല്ലാവരും കണ്ടന്റല്ലേ ചെയ്യണേ, അല്ലാതെ ചുമ്മാ മേലോട്ട് നോങ്ങിയിരുന്ന് വേറെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളല്ലെന്ന് ചോദിച്ചേ, ഇപ്പം ആ കുട്ടിയുടെ ഗർഭം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളും അതുപോലെ കണ്ടന്റ് ഉണ്ടാക്കി കുറേ ദിവസമായിട്ട് കണ്ടന്റൊക്കെ വിട്ടു എന്ന് പറയുന്നതല്ലാതെ പിന്നെ നിങ്ങളത് തന്നെ കണ്ടന്റ് ആക്കിയിട്ടുകൊണ്ടിരിക്കുമല്ലേ. അതുപോലെ സ്മൃതി എന്നെ വിളിച്ചിട്ടുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന വീഡിയോയെ. എന്നെ ആരും വിളിച്ചിട്ടുമില്ല, എനിക്ക് ആരും വോയിസ് ക്ലിപ്പിങ്ങും തന്നിട്ടില്ല. ഇത് കുറേ ദിവസമായിട്ട് ഇതിനെപ്പറ്റി നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പം നല്ല നമുക്ക് പറയില്ല, ഒരാളെ പറ്റി ചുമ്മാ ഓവാദം പറഞ്ഞു ചുമ്മാ ഒരു കാര്യവും ഇല്ലാതിരുന്ന് കൊണാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കേൾക്കുന്ന നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. നിങ്ങളിങ്ങനെ കുത്തിത്തിരിക്കുന്ന കേട്ടപ്പോൾ അന്ന് ഒരെണ്ണം ചെയ്തേക്കാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്തതാണ് കേട്ടോ ചേച്ചി. വീട്ടുകാർക്ക് ഒരു ദിവസം മനസ്സിലാക്കി കൊടുക്കും, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക്. നിന്റെ വീട്ടുകാർക്കല്ല, നിന്റെ വീട്ടുകാർക്ക് സത്യങ്ങളൊക്കെ അറിയാം. നീ മുടങ്ങിപ്പോയി എന്ന് പറയുന്ന നിന്റെ ആ വ്യാജ കല്യാണം ഉണ്ടല്ലോ, വ്യാജമുടക്കുണ്ടല്ലോ, അവൻ്റെ വീട്ടുകാർക്കും അവൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഒരു കാലത്ത് അന്നൊരിക്കൽ ആ കുട്ടി പറഞ്ഞത് സത്യമായിരുന്നു എന്ന് അവരെ എൻ്റെ അമ്മച്ചി ഏത് കുട്ടി? നിങ്ങളാണോ കുട്ടി? അമ്മച്ചിന്ന് വിളിക്കണം. നിങ്ങൾ എന്തോന്നാ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും കാണിക്കും പറഞ്ഞു കേട്ട ഉടനെ ആൾക്കാരെല്ലാം മണ്ടന്മാരാ, വെള്ളം തൊടാതെല്ലാം കൂടെ അങ്ങ് വിഴുങ്ങാനെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഈ കാണുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. നിങ്ങൾ ഈ പറയണ അത്രയും കാര്യം കള്ളത്തരമാണെന്നുള്ളത് കാണുന്ന അത്രയും മനുഷ്യർക്കും അറിയാം. പിന്നെ എന്തിനാ നിങ്ങൾ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വളവളാന്ന് പറയണേ? പറയാന്നുള്ളതേ ഉള്ളൂ, എല്ലാവർക്കും അറിയാം. എല്ലാവരും നിങ്ങളെ ചീത്തയെ വിളിക്കുന്നതെന്ന് പറയാം. പിന്നെ എന്തിനാ നിങ്ങൾ ഇത് തന്നെ ഇങ്ങനെ ഇരുന്ന് ഡെയിലി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? വിട്ടുപിടിക്കാൻ നോക്കാം അമ്മച്ചിയത്. പലരുടെയും ശാപമാണത്. ആ ശാപം മോളെ നിന്നെ വിട്ടു പോകില്ല ഒരിക്കലും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ കണ്ണിന് നീ കണ്ണുനീര് വരുത്തിയിട്ടുണ്ടേ, ഒരു മനുഷ്യ കുഞ്ഞിനെ നീ ഇല്ലാതാക്കിയിട്ടുണ്ടേ, നീ ഉത്തരം പറയുകയും ചെയ്യും. അത് നോട്ട് ദ പോയിന്റ്. ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ കണ്ണീന്നെങ്കിലും കണ്ണീര് വീഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ശാപം അത് നിന്നെ ഇല്ലാതാക്കും. ശരിയാണ് എൻ്റെ അമ്മച്ചി. നിങ്ങൾ ഈ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്ന, അതായത് ജീവിതം പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വർത്താനമാണ് നിങ്ങൾ പറഞ്ഞത്. ആ കുട്ടി ഇച്ചിരി ബോൾഡ് ആയതുകൊണ്ട് ആ കുട്ടി ഇത്രയും ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കുക, ഒരു ഇച്ചിരി സോഫ്റ്റ് മെൻറ്റൽ ഇത്ര ഒരു കപ്പാസിറ്റി ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യം കേട്ട് ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് വേണമെങ്കിൽ സൂയിസൈഡ് വരെ ചെയ്യാവുന്ന രീതിക്കുള്ള വാക്കാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ ജീവിതം അതുപോലെ നശിച്ചു പോണ രീതിയിലുള്ള വാക്കാണ് നിങ്ങൾ പറഞ്ഞത്. അത് കല്യാണം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടീനെ പറ്റി നിങ്ങൾ അപവാദം പറഞ്ഞത്. നിങ്ങൾ ഒരു കാര്യം ഓർത്തു, ആ കുട്ടിയുടെ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണീന്ന് വന്ന ഇങ്ങനൊരു വാർത്ത പ്രചരിച്ചപ്പം ആ കുട്ടിയുടെ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണീന്ന് വന്ന കണ്ണീരിനും അവർ ഉള്ളറിഞ്ഞ് അവരുടെ ഒരു പ്രാക്കും കാണും. അതിന് നിങ്ങളുടെ ജീവിതത്തിൽ
അതിന് കണക്കു പറയാതെ നിങ്ങൾ ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ കാണാൻ ഈ ഇരിക്കണ നാട്ടുകാരും സർവമാന മനുഷ്യരും കാണും. പലരും പറഞ്ഞല്ലോ, നിങ്ങളിട്ട ആ വീഡിയോയുടെ അടിയിൽ പലരും പറഞ്ഞു നിങ്ങളിങ്ങനെ ഒരു കള്ളത്തരം, നിങ്ങളെ വരച്ച കണ്ണൻ തന്നെ നിങ്ങൾക്കിതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരുമെന്ന് പല പ്രാവശ്യമായിട്ട് പലരും പറയണത് ഞാൻ കേട്ടു. സത്യമാണ് ചേച്ചി ഈ പറഞ്ഞതിന് ചേച്ചി പറഞ്ഞ പോയിന്റ് ചേച്ചി നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ നാക്കുകൊണ്ട് പറഞ്ഞൊരു വാക്കാണത്. ഉറപ്പായിട്ടും നിങ്ങൾ പറഞ്ഞത് അച്ചട്ടായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് നടക്കാനിരിക്കുന്ന കാര്യമാണ്. അത് നിങ്ങളെല്ലാം നോക്കിക്കോ.